പ്രയർ ക്ലിനിക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഇതാ വരുന്നു. ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും അഫക്റ്റ് ചെയ്യുന്ന അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. ടോൺസിൽസ് ആണെന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് തീരുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത് നമുക്ക് തുടങ്ങാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രയർ ക്ലിനിക്കിൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ നിങ്ങളോട് വന്നിരിക്കുന്നത് അക്യൂട്ട് ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. സാധാരണ ആൾക്കാർ പറയും ടോൺസിലിൻ്റെ അസുഖമാണ്. ഇതിനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ടോൺസിലൈറ്റിസ് അസുഖങ്ങൾ കൂടുതൽ കാണുന്നത് പ്രായമായ ആൾക്കാരിലല്ല, പക്ഷേ കൊച്ചു പിള്ളേരിലാണ്. ഏതാണ്ട് 5 മുതൽ 7 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഇത് സാധാരണമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും തൊണ്ടവേദനയും വരും. തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പ്രയാസമാണ്. എന്തെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പ്രയാസമാണ്. നമുക്കിതിന് മരുന്ന് കൊടുക്കാനല്ല, മാറത്തില്ല. ഇത് ജലദോഷത്തിൻ്റെ കൂടെ വരും. അതുപോലെ അതിൻ്റെ കൂടെ അഡിനോയിഡ്സും വല്ലാതെ വീർത്ത് വരും. ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, വല്ലാത്ത പനി, ഭയങ്കര ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ളതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതിനകത്ത് ഫോളിക്കിൾസ് കാണാനായിട്ട് പറ്റും. ഈ ടോൺസിൽസ് എന്ന് പറയുന്നത് ഈ 2 വശത്തും ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഫോളിക്കിൾസ് കാണാനായിട്ട് വരും. ഈ ഫോളിക്കിൾസ് കൂടാതെ അവിടെ ഈ പസ് കാണും. ആ പസ്സും കൂടാതെ അവിടുന്ന് പാരൻകൈമാറ്റസ് എന്ന് പറയുന്ന ഒരിതിൽ നമുക്ക് കാണാനായിട്ട്, പാരൻകൈമാറ്റസ് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ആണ്ടിൽ 5-6 തവണ വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസവും പനിയായിരിക്കും, തൊണ്ടയടപ്പായിരിക്കും, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരും, അതുപോലെ മൂക്കിക്കൂടെ ശ്വാസം പോകത്തില്ല. അഡിനോയിഡൈറ്റിസ് ഉണ്ടെങ്കിൽ തുറന്ന് ശ്വാസം വിട്ടും. കുറച്ച് കാലം കഴിയുമ്പോൾ 7-8 പ്രാവശ്യം വർഷങ്ങൾ വന്നതിന് ശേഷം കുറേ കാലം കഴിയുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ രണ്ട് ടോൺസിൽസും വീർത്ത് അങ്ങ് വലുതാകും. മാത്രമല്ല മിക്കവാറും നമ്മുടെ ഈ വരുന്ന ആളുടെ മുഖമൊക്കെ ഷേപ്പൊക്കെ മാറും. അതിനാണ് അഡിനോയിഡ് ഫേസീസ് എന്ന് പറയുന്നത്. ആ അഡിനോയിഡ് ഫേസീസ് ഉള്ള ആൾക്കാർ വലിയ പ്രശ്നങ്ങളാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ആവശ്യമാണ്, ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതിന് മുമ്പ്. അഡിനോയിഡ് ഫേസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം വല്ലാതെ വീർക്കും, അതുപോലെ തുപ്പൽ ഈ 2 സൈഡിൽ കൂടെ ഇങ്ങനെ വാർന്നൊലിക്കും. ആഹാരം കഴിക്കാനായിട്ട് വലിയ പ്രയാസങ്ങൾ നേരിടും. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാതെ നമുക്ക് മരുന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർമാർ മരുന്ന് എഴുതി തരും. അതുകൊണ്ട് മിക്കവാറും കുറയും. പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ടോൺസിലൈറ്റിസ് വീണ്ടും വരും. അങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ, എല്ലാവർക്കും വരുമ്പോൾ നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം. ഇല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയാൽ നിങ്ങൾക്ക് വലിയ തലവേദന ഒഴിഞ്ഞു കിട്ടും. എന്നാൽ ഈ ഓപ്പറേഷൻ ഒറ്റ കോംപ്ലിക്കേഷനുള്ള ബ്ലീഡിങ്, അത് പറയാതെ ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഈ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഇങ്ങനെയാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ള തൊണ്ടവേദന, അതിൻ്റെ കൂടെ അധികമായ പനി, ഇറക്കുവാനായിട്ട് ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ടോൺസിലൈറ്റിസിനെ കുറിച്ച് പറയുന്നു.
ഈ അക്യൂട്ട് ടോൺസിലൈറ്റിസ് അത് 2-3 മാസം കൂടെ വരുമ്പോൾ അതിനെ ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നു. ആ ക്രോണിക് ടോൺസിലൈറ്റിസിനെ നമ്മൾ ഇതുപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതാണ് അക്യൂട്ട് ടോൺസിലൈറ്റിസിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.